എനിക്ക് മോളോട് പറയാൻ വിഷമമുണ്ട്. മോള് കേൾക്കാതെ എന്നെ അപവാദം പറഞ്ഞിട്ടാ അവനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മോളെ, നീ വിചാരിക്കുന്നത് പോലുള്ള സ്നേഹമൊന്നും അവന് നിന്നോടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഗർഭിണിയായ നീ പോകല്ലേ എന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അവൻ ഇട്ടിട്ട് പോകുമായിരുന്നോ? ഹരിതേ, നിന്നെ ഇവിടെ കൊണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞാ നീ പോവില്ലെന്ന് വാശി പിടിക്കുന്ന മനോജിനറിയാം. അതാ അവൻ ഇങ്ങനെ ഒരു അടവെടുത്തത്. മോളെ, ഈ പറയുന്നതൊന്നും ആയിരിക്കില്ല കാര്യം. മനോജിന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാണും. അതുകൊണ്ടല്ലേ അവൻ പോയത്. നീയെന്ന് വെച്ചാ മനോജിന് ജീവനല്ലേ? അതെ, ഞാനും അങ്ങനെ തന്നെയാ കരുതിയിരുന്നത്. ആദ്യമൊക്കെ ജോലിയും കൂലിയില്ലാത്ത ഒരുത്തൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോയപ്പോ ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ ആ ബന്ധത്തെ എതിർത്തിരുന്നു, സത്യം തന്നെയാ. അവൻ ചെയ്ത ബിസിനസ് പൊട്ടിപ്പോയപ്പോ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ കുടിച്ചു കൂത്താടി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി നടന്നപ്പോ അച്ഛൻ എതിർത്തു. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചാൽ നന്നാവൂന്ന് കരുതിയിട്ട് എന്റെ ചെലവിൽ വീടും ഞാൻ വാങ്ങി നിങ്ങൾക്ക് തന്നില്ലേ? എന്നിട്ട് എന്തായി? പക്ഷെ അവൻ നിനക്ക് വേണ്ടി കൺസ്ട്രക്ഷൻ സൈറ്റിൽ പാറ ചുമക്കുന്ന കണ്ടപ്പോ അച്ഛൻ തകർന്നു പോയി. മോളെ, തകർന്നു പോയി. എടി, ബിടെക് വരെ പഠിച്ച ഒരുത്തൻ പാറപ്പണി ചെയ്യാന്ന് വെച്ചാ അതും എന്റെ മോൾക്ക് വേണ്ടി. അഭിമാനം തോന്നി എനിക്ക്. നീ പോലും അറിയാതെ ഞാൻ മനോജിനെ അഭിനന്ദിച്ചു. അവന്റെ കയ്യിൽ നീ എന്നും എന്നും നീ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ വന്നിറങ്ങിയപ്പോ അച്ഛനെ എന്ത് സന്തോഷത്തോടുകൂടിയാണ് മനോജിനെ സ്വീകരിച്ചതെന്ന് അറിയാമോ? എനിക്ക് മോളോട് പറയാൻ വിഷമമുണ്ട്. മോള് കേൾക്കാതെ എന്നെ അപവാദം പറഞ്ഞിട്ടാ അവനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി എന്റെ മോൾക്ക് സന്തോഷമാകാൻ ഈ രാത്രി തന്നെ അച്ഛൻ ചെന്ന് അവന്റെ കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനും കൂടി അച്ഛൻ തയ്യാറാ. കരുണാകരൻ ഇന്നുവരെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന് കാരണം ആ നശിച്ചവനാ. അന്നേ ഞാൻ പറഞ്ഞതാ ഇവനെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടണമെന്ന്. ഒന്ന് നിർത്തുന്നുണ്ടോ? തീയിൽ എണ്ണ ഒഴിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മനോജിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ആ വന്ദനയാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വന്ദനയുടെ അടിമകളാ അവിടെയുള്ള എല്ലാവരും. വിദ്യ വേണ്ട,
ആവശ്യമില്ലാത്തതൊന്നും എന്റെ കുഞ്ഞിനെ ഓർമ്മിപ്പിക്കണ്ട. മോളെ, ഏതായാലും നേരം വെളുക്കട്ടെ. എന്റെ മോൾക്ക് അങ്ങോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഈ അച്ഛൻ കൊണ്ടാക്കും. ഇത്രയും നല്ല മനസ്സുള്ള ഒരു അച്ഛനെയാണല്ലോ അവൻ അപവാദം പറഞ്ഞത്. ഈശ്വരാ, അച്ഛൻ എന്താ ആലോചിക്കുന്നത്? എന്താലോചിക്കാനാ മോളെ? മക്കളെല്ലാം നല്ലവരായി പരസ്പരം കൂടുമ്പോ സന്തോഷവും സമാധാനമുള്ള ഒരു കുടുംബമായി മാധവന്റെ വീട് മാറി. അതിങ്ങനെ ആസ്വദിച്ചു വരികയായിരുന്നു. അന്നു മുതൽ രാത്രി കിടക്കുമ്പോ രാവിലെ എഴുന്നേക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥനയായിരുന്നു. മക്കളെല്ലാം വളർന്ന ശേഷം ഞാനും ചന്ദ്രു ഇത്രയധികം സന്തോഷിച്ച ദിവസങ്ങളില്ല. അതെ മോളെ, ജീവിക്കാൻ കൊതിച്ച ദിവസങ്ങള്. ഒന്നിനും ഒടേതമ്പുരാൻ അധികം ആയുസ് തരില്ലല്ലോ. വീണ്ടും മാധവൻ നായരുടെയും ചന്ദ്രികയുടെയും കുടുംബത്തിലേക്ക് ദുഃഖങ്ങൾ വഴി ചോദിച്ചു വന്നു തുടങ്ങി. സഹിക്കാനല്ലേ പറ്റൂ. അമ്മേ, എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? എല്ലാവരോടും മാപ്പ് ചോദിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാനുള്ള ത്രാണിയില്ലാത്തവളല്ലേ ഞാൻ. സഹികെട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വെച്ചാ അതിനും ഒരിടം വേണ്ടേ? അല്ല, വന്ദനയും ദിയമോളെയും കണ്ടില്ലല്ലോ. ഇപ്പൊ ചിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നത് ദിയമോളാ. മനോജ് ഹരിത ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? മാധവേട്ട, ഇനിയൊന്നും പറയല്ലേ. അപ്പോഴത്തെ സങ്കടത്തിന് എന്തോ പറഞ്ഞെന്ന് കരുതി എന്താ ചന്ദ്രു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്?